ഹായ് ഡിയേഴ്സ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇക്വിലിബ്രിയം എന്ന് പറയുന്നൊരു ചാപ്റ്ററാണ്. ഇക്വിലിബ്രിയം ശരിക്കും പറഞ്ഞാൽ രണ്ട് പാർട്ടുണ്ട്. ഫസ്റ്റ് പാർട്ട് നോർമൽ ഇക്വിലിബ്രിയം, രണ്ടാമത്തെ പാർട്ട് അയോണിക് ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയം കുറച്ച് ഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്നൊരു ഭാഗമാണ്. കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിനകത്ത് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് കൂടുതലും കുറച്ച് നിങ്ങൾക്കറിയാം, Le Chatelier പ്രിൻസിപ്പിൾ ഇതിനകത്ത് വരുന്ന ഒരു മെയിൻ പോർഷനാണ്. പിന്നെ സോലിബിലിറ്റി പ്രോഡക്റ്റിനെ ബേസ് ചെയ്ത്, pHനെ ബേസ് ചെയ്ത്, പിന്നെ ബഫർ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരാം. അങ്ങനെ കുറച്ച് മേഖലകൾ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് നമ്മളിന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നോക്കാം. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഹൈ പ്രഷർ വിൽ ഫേവർ the forward reaction of the following. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ തന്നെ Le Chatelier പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ഇത് പ്രഷർ കൂടിയാൽ ഏത് റിയാക്ഷൻ നടക്കും എന്നാണ് ചോദ്യം. ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഫോർവേഡ് റിയാക്ഷൻ നടക്കും, ബാക്ക്വേർഡ് റിയാക്ഷൻ നടക്കും. രണ്ടും ഈക്വൽ റേറ്റിലാണ്. അപ്പം ക്വാണ്ടിറ്റി സെയിം അല്ല, പിന്നെ റേറ്റ് മാത്രമേ സെയിം ആവൂ. അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ആർ ഇൻ ഈക്വൽ റേറ്റ്സ്. ദാറ്റ് സ്റ്റേറ്റ് ഈസ് കോൾഡ് equilibrium. So how can you disturb equilibrium? Either by changing pressure, temperature or concentration. ഇത് മൂന്ന് പേരും ഇക്വിലിബ്രിയത്തെ ഡിസ്റ്റർബ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് ഹൈ പ്രഷർ ഈസ് ഫേവേർഡ് ആണ്. ഈ ഇക്വിലിബ്രിയത്തിൻ്റെ ഒരു പ്രത്യേകത, ഇഫ് യു ഇൻക്രീസ് ദ പ്രഷർ, ദ സിസ്റ്റം വിൽ ട്രൈ ടു ഡിക്രീസ് ദ പ്രഷർ. ഇഫ് യു ഇൻക്രീസ് ദ ടെമ്പറേച്ചർ, ദ സിസ്റ്റം വിൽ ട്രൈ ടു ഡിക്രീസ് ദ ടെമ്പറേച്ചർ. ഇഫ് യു ഇൻക്രീസ് ദ കോൺസെൻട്രേഷൻ, സിസ്റ്റം വിൽ ട്രൈ ടു ഡിക്രീസ് ദ കോൺസെൻട്രേഷൻ. Le Chatelier പ്രിൻസിപ്പിൾ എന്താ പറഞ്ഞത്? ഇഫ് വി ചേഞ്ച് ചെയ്ത ടെമ്പറേച്ചർ, പ്രഷർ ഓർ കോൺസെൻട്രേഷൻ ഇൻ എ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം, ദ സിസ്റ്റം വിൽ റീഅഡ്ജസ്റ്റ് ഇറ്റ് സെൽഫ് ടു ക്യാൻസൽ ദി ഇഫക്റ്റ് ഓഫ് ദീസ് കോൺസ്ട്രെയിൻസ് ബൈ അറ്റൈനിങ് എ ന്യൂ ഇക്വിലിബ്രിയം. അതൊരു പുതിയ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ പ്രഷർ കൂട്ടിയാൽ എന്ത് പറ്റും? സിസ്റ്റം വിൽ ട്രൈ ടു ഡിക്രീസ് ദ പ്രഷർ. പ്രഷർ ഡിക്രീസ് ചെയ്യുന്നതിന് രണ്ട് എക്സ്പ്ലനേഷൻസ് കൊടുക്കുന്നുണ്ട്. ഒന്ന് വോളിയം ബേസ്ഡ് എക്സ്പ്ലനേഷൻ, വേറൊന്ന് നമ്പർ ഓഫ് മോൾസിനെ ബേസ് ചെയ്തിട്ടുള്ള എക്സ്പ്ലനേഷൻ. അപ്പോൾ ഞാനിവിടെ നമ്പർ ഓഫ് മോൾസിനെ അടിസ്ഥാനപ്പെടുത്തി പറയാം. കാരണം വെൻ യു ഇൻക്രീസ് ദ പ്രഷർ, സിസ്റ്റം വിൽ ട്രൈ ടു ഡിക്രീസ് ദ പ്രഷർ. പ്രഷർ കുറയ്ക്കാനുള്ള വഴി എന്താ? നമ്പർ ഓഫ് മോൾസിനെ കുറയ്ക്കുക. കാരണം സിസ്റ്റം ഒരു ക്ലോസ്ഡ് സിസ്റ്റത്തിലെ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ പറ്റൂ സാധാരണഗതിയിൽ. അപ്പോൾ വോളിയം നമുക്ക് കോൺസ്റ്റൻ്റ് ആയി വരും ഓൾമോസ്റ്റ്. അപ്പോൾ പിന്നെ നമ്പർ ഓഫ് മോൾസാണ് നമുക്ക് മാറ്റാൻ പറ്റുന്നത്. അതുകൊണ്ട് നമ്പർ ഓഫ് മോൾസ് മാറ്റിയാൽ എന്ത് സംഭവിക്കും എന്നാണ്. അപ്പോൾ പ്രഷർ കൂട്ടിയാൽ സിസ്റ്റം നോക്കുമ്പോൾ നമ്പർ ഓഫ് മോൾസിനെ കുറച്ചാൽ പ്രഷർ കുറയ്ക്കാൻ പറ്റും. കാരണം കൊളീഷൻ ആണല്ലോ പ്രഷർ. അപ്പോൾ ഇവിടെ നോക്കൂ, 4 ഇക്വേഷൻസ് കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ ഇക്വേഷൻ H2 + I2 gives 2HI. ഈ ഇക്വേഷനിൽ റിയാക്റ്റൻറ്റ് സൈഡ് യു ഹാവ് 2 ആൻഡ് പ്രോഡക്റ്റ് സൈഡ് യു ഹാവ് 2. ഇനി ബിയിൽ നോക്കൂ, 1 + 3. നോക്കൂ, ബി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ N2 + 3H2 gives 2NH3. അവിടെ 1 + 3 gives 2 ആണ്. കെമിസ്ട്രിയിൽ മാത്രമേ ഇങ്ങനെ 1 + 3 2 ഒക്കെ ആവുള്ളൂ കേട്ടോ. അപ്പോൾ 1 + 3 gives 2. അപ്പോൾ ഈ 2 എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസ് കുറയുന്നു രണ്ടായിട്ട്. സോ റിയാക്റ്റൻറ്റ് സൈഡ് യു ഹാവ് 4 ആൻഡ് പ്രോഡക്റ്റ് സൈഡ് യു ഹാവ് 2. സോ വെൻ വി increase the pressure, system will try to decrease the pressure. So what the system will do? System will increase the rate of the reaction where number of moles are decreasing. അപ്പോൾ number of moles കുറയുന്ന റിയാക്ഷൻ്റെ സ്പീഡ് കൂട്ടും. വോളിയം കുറയുന്നതെന്ന് പറഞ്ഞാലും തെറ്റില്ല. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കുറയുന്ന റിയാക്ഷൻ ഇവിടെ ഫോർവേഡ് റിയാക്ഷൻ ആയതുകൊണ്ട് ഹൈ പ്രഷർ ഈസ് ഫേവറബിൾ ഫോർ ദി ഫോർവേഡ് റിയാക്ഷൻ ഓഫ് ദ സെക്കൻഡ് ചോയ്സ്. തേർഡ് ചോയ്സ് യു ഹാവ് 1 + 1 gives 2. And fourth choice you have 1 gives 2. That means forward reaction when occurs, number of moles increases. അല്ലേ? അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കുറയുന്ന ഏക റിയാക്ഷൻ ബി ആയതുകൊണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ ബി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ദ റിയാക്ഷൻ 2SO3 gives 2SO2 + O2 reversibly gives the unit of equilibrium constant. ഇപ്പോൾ യൂണിറ്റ് ഓഫ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് പറയുമ്പോൾ കോൺസെൻട്രേഷൻ വെച്ചിട്ടാണ്, KC ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ KC ആകുമ്പോൾ കോൺസെൻട്രേഷൻ ആണ്. അപ്പോൾ നമുക്ക് ഇയാളുടെ എക്സ്പ്രഷൻ എഴുതാം. എക്സ്പ്രഷൻ എഴുതിയാൽ KC ഈസ് ഈക്വൽ ടു the
equilibrium constant definition is a ratio between the product of the concentration of the products having a power equal to their stoichiometric coefficients and the product of the concentration of the reactant which also has a power equal to their stoichiometric coefficients ആണ്. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ ഇവിടെ പ്രോഡക്റ്റ് SO2 O2 ആണ്. അപ്പോൾ concentration of SO2 raised to 2 into concentration of O2 divided by concentration of SO3 raised to 2. അപ്പോൾ ഇവിടെ യൂണിറ്റ് നോക്കിയാൽ മോൾസ് പെർ ലിറ്റർ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ പറയാം മോൾസ് പെർ ലിറ്ററും ക്യാൻസൽ ആവും. ഇത് രണ്ടും സ്ക്വയേഴ്സ് അല്ലേ വരിക. എന്നാലും ഞാൻ എഴുതാം മോൾസ് പെർ ലിറ്റർ സ്ക്വയർ ഇൻറ്റു മോൾസ് പെർ ലിറ്റർ. ഇവിടെ നിങ്ങൾ സാധാരണ ബ്രാക്കറ്റ് ഇട്ടാൽ മതി, സ്ക്വയർ ബ്രാക്കറ്റ് ഇടണ്ട. കാരണം സ്ക്വയർ ബ്രാക്കറ്റ് ഇടാൻ കോൺസെൻട്രേഷനായി പോകും. അപ്പോൾ മോൾസ് പെർ ലിറ്റർ സ്ക്വയർ. അപ്പോൾ ഇതും കൂടെ ക്യാൻസലായിട്ട് ബാക്കി വരുന്നത് മോൾസ് പെർ ലിറ്റർ ആണ്. അല്ലെങ്കിൽ മോൾസ് പെർ ലിറ്റർ, അതല്ലെങ്കിൽ മോൾ ലിറ്റർ റൈസ് ടു -1. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇതിനകത്ത് ചോയ്സ് മോൾ ലിറ്റർ റൈസ് ടു -1 എന്ന് പറയുന്നത് ഡി ആണ്. ഇതിനകത്ത് ഒരു വഴി കൂടി ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ എളുപ്പം നമ്പർ ഓഫ് മോൾസ് എടുക്കണം. അതായത് പ്രോഡക്ട്സ് മൈനസ് റിയാക്റ്റൻസ് അല്ലേ നമ്പർ ഓഫ് മോൾസ്. അപ്പോൾ പ്രോഡക്ട്സ് എത്ര 3 ആണ്, 2 + 1 അല്ലേ, മൈനസ് 2 + 1 3 മൈനസ് ഇവിടെ 2. അപ്പോൾ എത്ര വരും 1 എന്ന് വരും. അപ്പോൾ +1 എന്ന് പറഞ്ഞാൽ മോൾസ് പെർ ലിറ്റർ അങ്ങനെ എടുക്കാം വേണമെങ്കിൽ. ഈ 2 ഓപ്ഷൻസ് ഉണ്ട്. അതല്ലെങ്കിൽ ഇങ്ങനെ ഇക്വേഷൻ എഴുതി നോക്കിയിട്ടും എടുക്കാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസും പ്രോഡക്ട്സും ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കണം. അപ്പോൾ ഗേഷ്യസ് സ്റ്റേറ്റിലായിരിക്കുന്ന റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് മൈനസ് റിയാക്റ്റൻറ്റിൻ്റെ നമ്പർ ഓഫ് മോൾസ് എടുക്കുമ്പോൾ അവിടെ എന്ത് വരുന്നു, -1 വന്നാൽ മോൾസ് പെർ ലിറ്റർ റൈസ് ടു -1 ആയിരിക്കും, 1 വന്നാൽ മോൾസ് പെർ ലിറ്റർ ആയിരിക്കും. ഇങ്ങനെയും ഇത് കണ്ടുപിടിക്കാം. അതല്ല അതിനകത്ത് കുറച്ചുകൂടി ക്ലാരിറ്റി ആയിട്ട് നോക്കണമെങ്കിൽ ഇങ്ങനെ ഇക്വേഷൻ എഴുതി നോക്കണം. അപ്പോൾ എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് അങ്ങനെ എഴുതി കണ്ടുപിടിക്കാൻ സമയം ഒരുപാട് എടുക്കുമല്ലോ. അതുകൊണ്ട് ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഇങ്ങനെ ചെയ്ത് നോക്കലാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇവിടെ നമുക്ക് 1 കിട്ടി. അതുകൊണ്ട് മോൾസ് പെർ ലിറ്റർ അഥവാ മോൾ ലിറ്റർ റൈസ് ടു -1, ഇതിൻ്റെ ആൻസർ ഡി ആണ്. നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ ദ റിയാക്ഷൻ CO + half O2 റിവേഴ്സിബിളി ഗീവ്സ് CO2 + CO2. ഇവിടെ Kp/Kc = ആണ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് അറിയാവുന്നൊരു റിലേഷൻ ആണല്ലോ. Kp = Kc × RT raised to ΔN. Kp equilibrium constant in terms of partial pressure, Kc equilibrium constant in terms of concentration, R universal gas constant, T temperature. What is ΔN? ΔN is the difference in the number of moles of gaseous products and gaseous reactants ആണ്. അപ്പോൾ ഇവിടെ ഇപ്പം പ്രശ്നമില്ല, കാരണം എല്ലാവരും ഗ്യാസുകളാണെന്ന് പറഞ്ഞിരിക്കുന്നു. കാർബൺ മോണോക്സൈഡ് ഗ്യാസാണ്, ഓക്സിജൻ ഗ്യാസാണ്, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ Kp/Kc ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ Kp/Kc = RT raised to ΔN അല്ലേ. അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്, ΔN എത്ര വരും എന്നാണ്. കാരണം ചോയ്സസിൽ ΔN വ്യത്യാസം 1. ഓക്കെ, RT A മാത്രം 1 എന്ന് വന്നിരിക്കുന്നു, ബാക്കിയെല്ലാം RT raised to. അപ്പം നമുക്ക് നോക്കാം ΔN എന്ത് വരും. അപ്പോൾ ΔN എന്ന് പറയുന്നത് 1 മൈനസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് ഇതെത്ര 1 + ½ 1 + ½. അപ്പോൾ നിങ്ങൾക്കറിയാം ബാക്കി എത്ര വരും, 1ൽ നിന്ന് 1½ മൈനസ് ചെയ്യുമ്പോൾ -½ കിട്ടും. സോ ഇവിടെ ΔN വിൽ ബി -½ അപ്പോൾ അങ്ങനെ -½ ഉള്ള RT raised to -½ ഉള്ള ഒരു ഇക്വേഷൻ ഡി ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഡി ആണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് ഇങ്ങനെ എടുക്കുന്നത് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ബാലൻസ് ചെയ്തൂലേ, 2CO + O2 gives 2 അങ്ങനെ എടുക്കാം. പക്ഷേ ഇത് 1 മോൾ കാർബൺ ഡൈ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്നൊക്കെ പറയുന്നത് 1 മോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നതിനുള്ള ഒരു ഇക്വേഷനാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ΔN എന്ന് പറയുന്നത് അല്ലേ 1 മൈനസ് 1½ എന്ന് പറയുമ്പോൾ -½ വരും. അതുകൊണ്ട് RT raised to -½ എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു RT raised to -½ ആണ് ഇതിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അതിൻ്റെ ആൻസർ ഡി ആണ്. ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇൻ ദ റിയാക്ഷൻ H2 + I2 gives 2HI. ഓക്കെ, the equilibrium constant Kp changes with.
കെ പി മീൻസ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് പാർഷ്യൽ പ്രഷറാണ്. അപ്പോൾ ഇവിടെ നോക്കൂ, H2+I2 gives 2HI. റിയാക്റ്റൻറ്റ് സൈഡും പ്രോഡക്റ്റ് സൈഡും നമ്പർ ഓഫ് മോൾസ് സെയിം ആണ്. സോ പ്രഷറിന് ഒരു ഇൻഫ്ലുവൻസും ഇല്ലാന്ന് ഇക്വേഷൻ കാണുമ്പോൾ തന്നെ അറിയാം. പിന്നെ കാറ്റലിസ്റ്റ് നിങ്ങൾക്കറിയാം, കാറ്റലിസ്റ്റ് വിൽ നോട്ട് അഫക്റ്റ് ഇക്വിലിബ്രിയം. ദെൻ വാട്ട് ദ കാറ്റലിസ്റ്റ് വിൽ ഡു ഈസ് ടു ഹെൽപ്സ് ടു അറ്റൈൻ ദ ഇക്വിലിബ്രിയം ഇൻ എ ഫാസ്റ്റർ റേറ്റ്. പെട്ടെന്ന് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ സഹായിക്കും എന്നല്ലാതെ ഇക്വിലിബ്രിയത്തിൻ്റെ സിസ്റ്റത്തിലൊന്നും ചെയ്യുന്നില്ല കാറ്റലിസ്റ്റ്. ഇനി കോൺസെൻട്രേഷൻ ഓഫ് H2+I2 അതൊരു ചോയ്സ് ആയിട്ട് നമുക്ക് തോന്നാം. പക്ഷേ ഇവിടെ തന്നിരിക്കുന്ന KP ആണ്. അപ്പോൾ KP എന്ന് പറയുമ്പോൾ പാർഷ്യൽ പ്രഷറിനെയാണ് ആശ്രയിക്കുന്നത് അല്ലേ. അപ്പോൾ കോൺസെൻട്രേഷൻ വരും പാർഷ്യൽ പ്രഷർ ആയിരുന്നെങ്കിൽ അത് നമുക്കൊന്ന് ചിന്തിക്കാമായിരുന്നു. പിന്നെ ആകപ്പാടെ ഇതിനകത്ത് നമുക്ക് അവർ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിലും ഇതിനകത്ത് നമുക്ക് അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ഏക ഫാക്ടർ ടെമ്പറേച്ചറാണ്. കാരണം കാറ്റലിസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു ഇതൊരു ചോയ്സിൽ നിന്നും മാത്രം കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ആൻസറാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പിന്നെ ഓരോന്നും അനലൈസ് ചെയ്ത് നോക്കിയിട്ട് ഇതിലേതാണ് ഈ ക്വസ്റ്റ്യനുമായിട്ട് സാമ്യമായിട്ട് വരുന്നതെന്ന് നോക്കുക. അപ്പോൾ കാറ്റലിസ്റ്റ് ഞാൻ പറഞ്ഞു ഒന്നും ചെയ്യുന്നില്ല, ഒരു റിവേഴ്സിബിൾ റിയാക്ഷനിലും ഒന്നും ചെയ്യുന്നില്ല. പ്രഷർ, നമ്പർ ഓഫ് മോൾസോ വോളിയമോ നോക്കിയിട്ട് ചെയ്യണം. കോൺസെൻട്രേഷൻ പറയുമ്പോൾ അത് KCക്കാണ്. കാരണം KC എന്ന് പറഞ്ഞാൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഇൻ ടേംസ് ഓഫ് കോൺസെൻട്രേഷനാണ്. ഇവിടെ ചോദ്യം KP ആണ്. അപ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ D എഴുതാൻ സാധ്യതയുണ്ട്. കാരണം KP ആണോ KC ആണോ എന്ന് നോക്കില്ല, ചാടി കയറി KC എന്ന് വിചാരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് റിയാക്റ്റൻറ്റിൻ്റെ കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്താൽ ഇക്വിലിബ്രിയം മാറുമല്ലോ, കറക്റ്റാണ്. പക്ഷേ ഇവിടെ ചോദ്യം ടെമ്പറേച്ചറാണ്, അല്ല ഇത് KP ആണ്. അതുകൊണ്ട് നമ്മൾ ആൻസർ ഇതിൽ A ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, വീണ്ടും അത് ചോയ്സ് ചെയ്യുന്ന ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഡസ് ദ റിയാക്ഷൻ ഗോ ഫർദസ്റ്റ് ഫ്രം കംപ്ലീഷൻ? അവർ ഒരു 4 ചോയ്സസ് ആണ് തന്നിട്ടുള്ളത്. ഒന്ന് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് 10⁻², ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് 10⁻², ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് 10, ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് 1. അപ്പോൾ ഈ തന്നിരിക്കുന്ന വാല്യൂസിൽ ഏറ്റവും ചെറുത് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ 10⁻² ആണ്. അപ്പം ചോദ്യം, അപ്പോൾ നമുക്കറിയാം ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻസ് ആണ്. അപ്പോൾ എത്രത്തോളം Kയുടെ വാല്യൂ കുറഞ്ഞിരിക്കുന്നോ അത്രത്തോളം ന്യൂമറേറ്റർ ചെറുതാണെന്നർത്ഥം, അല്ലെങ്കിൽ ഡിനോമിനേറ്റർ വലുത്. ന്യൂമറേറ്റർ ചെറുതെന്ന് പറഞ്ഞാൽ എന്താ? പ്രോഡക്റ്റ് ആയിട്ടില്ല, എമൗണ്ട് ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് ലെസ്. അപ്പോൾ എമൗണ്ട് ഓഫ് ദ പ്രോഡക്റ്റ് ലെസ് ആകുമ്പോഴാണ് ഈ Kയുടെ വാല്യൂ കുറയുന്നത് അല്ലേ. ഇപ്പോൾ Kയുടെ വാല്യൂ കൂടിയിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഈസ് ഹൈ. പ്രോഡക്റ്റ് ഈസ് ഹൈ എന്ന് പറഞ്ഞാൽ മോർ റീച്ചസ് ടു കംപ്ലീഷൻ, ഏകദേശം റിയാക്റ്റൻസ് എല്ലാം പ്രോഡക്റ്റായി കഴിയാറായി എന്നാണ് എൻ്റെ അർത്ഥം. അപ്പോഴാണ് ഇക്വിലിബ്രിയം ആയത്. പക്ഷേ ഇവിടെ അവർ ചോദിക്കുന്നത് എവേ ഫ്രം ദ കംപ്ലീഷൻ ആണ്. എവേ ഫ്രം ദ കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? പ്രോഡക്റ്റിൻ്റെ അളവ് അവിടെ കുറവായിരിക്കണം, കംപ്ലീഷനിൽ നിന്ന് ഒരുപാട് അകലെയാണ്. അതായത് മുഴുവൻ റിയാക്റ്റൻസും പ്രോഡക്റ്റായി മാറിയിട്ടില്ല. അപ്പം മുഴുവൻ റിയാക്റ്റൻസും പ്രോഡക്റ്റായി മാറുന്നതിന് മുമ്പ് ഇക്വിലിബ്രിയം, അങ്ങനെയാണല്ലോ ഇക്വിലിബ്രിയം, എന്നാലും വളരെയേറെ പ്രോഡക്റ്റ് ഉണ്ടായിട്ടില്ല എന്നാണ് അർത്ഥം, കംപ്ലീഷനിലേക്ക് പോയിട്ടില്ല എന്നാണ് അർത്ഥം. അങ്ങനെ ഒരു അവസ്ഥ എവിടെയാണ് വരുന്നത്? അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് Kയുടെ വാല്യൂ കുറവായിരിക്കുമ്പോഴാണ്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ചോയ്സുകളിൽ അതാണ് ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ്, തന്നിരിക്കുന്ന 4 കേസുകൾ തന്നതിൽ ഇതിൽ ഏത് കേസിലാണ് റിയാക്ഷൻ കംപ്ലീഷനിൽ നിന്നും അകലെയാകുന്നത്? കംപ്ലീഷനിൽ നിന്നും അകലെയാകുക എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റിൻ്റെ അളവ് വളരെ കുറയുക എന്നർത്ഥം. അപ്പോൾ പ്രോഡക്റ്റിൻ്റെ അളവ് വളരെ കുറവുള്ള കേസ് B ആണ്, കാരണം അവിടെയാണ് ഏറ്റവും കുറവ് K വാല്യൂ തന്നിട്ടുള്ളത്. സോ ആൻസർ ഈസ് B. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് KP ആൻഡ് KC ആർ നോട്ട് ഈക്വൽ ആണ്. അപ്പോൾ KPയും KCയും നോട്ട് ഈക്വൽ ആകണം. അപ്പം നമ്മുടെ കണ്ടീഷൻ KP ഈസ് ഈക്വൽ ടു KC ഇൻറ്റു RT⁻⁴ അപ്പം KP ഈസ് ഈക്വൽ ടു KC ആകുന്ന കേസ് എപ്പോഴാണെന്ന് ചോദിച്ചാൽ Δn 0 ആകുമ്പോഴാണ്. കാരണം Δn 0 ആയാൽ ഈ ടേം 1 ആവും. അപ്പോൾ KP വിൽ ഈക്വൽ ടു KC. അപ്പോൾ ഇവിടെ ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് ഈക്വൽ എന്നാണ് ചോദിക്കുന്നത്. KPയും KCയും നോട്ട് ഈക്വൽ അല്ലാത്ത കേസ് ഏതാണ്? അപ്പോൾ നോട്ട് ഈക്വൽ അല്ലാത്ത കേസ് വരണമെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? Δn
നോട്ട് ഈക്വൽ ടു 0 വരണം. അപ്പോൾ ഡെൽറ്റ എൻ നോട്ട് ഈക്വൽ ടു 0 വരുന്ന കേസ് ഇതിൽ ഏതാണെന്ന് നോക്കിയാൽ അവിടെ ഒരിക്കലും കെ പി ആർക്ക് ഈക്വൽ ആവില്ല, കെ സിക്ക് ഈക്വൽ ആവില്ല. അപ്പോൾ കെ പി കെ സിക്ക് ഈക്വൽ ആകണമെങ്കിൽ ഡെൽറ്റ എൻ 0 വരണം. അപ്പോൾ ഡെൽറ്റ എൻ 0 വരാത്ത കേസ് ഇതിൽ ഏതാണ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഫസ്റ്റ് കേസാണ്. ഫസ്റ്റ് കേസിൽ ഡെൽറ്റ എൻ എന്ന് പറയുന്നത് 2 - 1 ആണ്. അപ്പോൾ 1 വരും. അതുകൊണ്ട് അവിടെ ഒരിക്കലും കെ പി കെ സിക്ക് ഈക്വൽ ആവില്ല. Therefore the answer is A. ഓക്കെ, അടുത്തത് ഒരു നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ദ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫോർ ദ റിയാക്ഷൻസ്, രണ്ട് റിയാക്ഷൻസ് ആണ്. ഒന്ന് SO2 + half O2 gives SO3, രണ്ട് 2SO2 + O2 gives 2SO3. അപ്പോൾ ആദ്യത്തെ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ K1 എന്നും രണ്ടാമത്തെ റിയാക്ഷൻ്റെ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റിനെ K2 എന്നും എടുത്താൽ ഇവർ തമ്മിൽ എന്താണ് റിലേഷൻ എന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, രണ്ടിൻ്റെയും K എഴുതി നോക്കാം. അപ്പോൾ ഒരു ചോയ്സസ് തന്നിരിക്കുന്നത് K1 = K2, K2² = K1, ഇങ്ങനെ കുറേ ചോയ്സസ് തന്നിട്ടുണ്ട്. നമുക്കൊന്ന് രണ്ടിൻ്റെയും ഒരു ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ ഇതിനെ K1 എന്നെടുത്താൽ K1 = concentration of SO3 by concentration of SO2 into concentration of O2 raised to half. ഓക്കെ, ഇത് K1, the first one. ഇനി K2, the second case. K2ൻ്റെ എക്സ്പ്രഷൻ എഴുതിയാൽ concentration of SO3 raised to 2 divided by concentration of SO2 raised to 2 into concentration of O2. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും? K1ൻ്റെ സ്ക്വയർ ആണ് K2 ആണോ അല്ലേ? കാരണം നോക്കൂ, SO2 ഇവിടെ SO3 സ്ക്വയർ, SO2 സ്ക്വയർ, O2 raised to half O2. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ K2 എന്ന് പറയുന്നത് K1ൻ്റെ സ്ക്വയറാണ്. അപ്പോൾ ഇവിടെ അങ്ങനെ വരുന്ന റിലേഷൻ C ആണ്. K1 സ്ക്വയറിനെ എടുത്താൽ നിങ്ങൾക്ക് K2 കിട്ടും. സോ ദ റിലേഷൻ ബിറ്റ്വീൻ K1 ആൻഡ് K2 ഈസ് C ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ നോക്കൂ. 4 moles of A are mixed with 4 moles of B when 2 moles of C are formed at equilibrium. According to the reaction, A + B reversibly gives C + D. Then the equilibrium constant and equilibrium constant എന്നായിരിക്കും. അപ്പോൾ equilibrium constant എന്ന് പറയുമ്പോൾ KP എന്നോ KC എന്നൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, എന്നാലും നമുക്ക് KC എന്നുള്ള അർത്ഥത്തിൽ എടുക്കാം. അപ്പോൾ നോക്കൂ, ഇവിടെ നമുക്ക് അറിയേണ്ടത് ഇനിഷ്യലി A + B gives reversibly gives, ഇനിഷ്യലിയാണ് ഞാൻ എടുക്കുന്നത് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നതിന് മുമ്പ് C + D. അപ്പോൾ ഇവിടെ 4 moles of A എടുത്തിട്ടുണ്ട്, 4 moles of B എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇവർ രണ്ടുപേരുടെയും കോൺസെൻട്രേഷൻ 0 ആയിരിക്കും, കാരണം ഇനിഷ്യലി അല്ലേ, അപ്പോൾ പ്രോഡക്റ്റ് ഉണ്ടായിട്ടില്ലല്ലോ. ഇനി ഇക്വിലിബ്രിയം ആയപ്പോൾ എത്ര C ഉണ്ടായി? 2 moles C ഉണ്ടായി. അപ്പോൾ 2 moles C ഉണ്ടായെങ്കിൽ 2 moles തന്നെ Dയും ഉണ്ടാകണം. അപ്പോൾ എത്ര റിയാക്ട് ചെയ്ത് പോകണം? 4 - 2 ഇവിടെ ബാക്കി വരണം, 4 - 2 ഇവിടെ ബാക്കി വരണം. അപ്പോൾ ഇത് 2, ഇത് 2, ഇത് 2, ഇത് 2 കോൺസെൻട്രേഷനാണ്. അപ്പോൾ അങ്ങനെ എടുത്താൽ നമുക്ക് മനസ്സിലാകാം കോൺസെൻട്രേഷൻ ഈസ് ഈക്വൽ ടു equilibrium constant is equal to concentration of C into concentration of D by concentration of A into concentration of B. അങ്ങനെ നോക്കിയാൽ 2 × 2 divided by 2 × 2 that is equal to 1. അപ്പോൾ ആൻസർ 1 എന്ന് വരും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ C ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒരു നോളജ് ലെവൽ ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ ആൻസർ പറയാൻ പറ്റും. When any system in equilibrium is subjected to change in pressure, concentration and temperature, the equilibrium is shifted in the direction which tends to undo the effect of the change. The statement is known as. ഏതാ സ്റ്റേറ്റ്മെൻറ്റ്? നിങ്ങൾക്കറിയാവുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെ. ഇത് ഏത് ലോ ആണ്? ലേ ഷാറ്റ്ലിയർ അല്ല, ഏത് പ്രിൻസിപ്പിളാണ്? ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളാണ്. ഈ ചാപ്റ്റർ മൊത്തം നമ്മളെ ഇൻഡസ്ട്രി, കാരണം ലേ ഷാറ്റ്ലിയർ ആണ് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ പ്രോസസ്സ്. നമ്മളിപ്പോൾ മാനുഫാക്ചർ ഓഫ് അമോണിയ, സൾഫ്യൂരിക് ആസിഡ്,
ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെയൊക്കെ മാനുഫാക്ചറിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ പറയാമല്ലോ, ഒരു രാജ്യത്ത് ഹൗ മച്ച് ഇൻഡസ്ട്രിയലി ഡെവലപ്ഡ് എന്ന് നോക്കുന്നത് ദാറ്റ് കൺട്രി എത്ര സൾഫ്യൂരിക് ആസിഡ് മാനുഫാക്ചർ ചെയ്യുന്നു, കൺസ്യൂം ചെയ്യുന്നു എന്ന് നോക്കിയിട്ടാണ് ഒരു രാജ്യത്തിൻ്റെ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ്, വ്യാവസായിക വികസനം എന്നൊക്കെ പറയുന്നു. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസിഡാണ് കിങ് ഓഫ് ആസിഡ്സ് എന്നറിയപ്പെടുന്ന സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ മാനുഫാക്ചറിങ്ങിൽ പിന്നെ SO3 ഉണ്ടാകുന്ന റിയാക്ഷൻ അത് റിവേഴ്സിബിളാണ്. അമോണിയയുടെ മാനുഫാക്ചർ റിവേഴ്സിബിളാണ്. അതായത് സൾഫ്യൂരിക് ആസിഡ് കോണ്ടാക്ട് പ്രോസസ്, മറ്റേ ഹേബർ പ്രോസസ്, ഓസ്റ്റ്വാൾഡർ പ്രോസസ്, നൈട്രിക് ആസിഡ്, ഇങ്ങനെ എല്ലാ ഇൻഡസ്ട്രിയൽ പ്രിപ്പറേഷൻസിനും ഒരു റിവേഴ്സിബിൾ റിയാക്ഷൻ വരും. ഈ റിവേഴ്സിബിൾ റിയാക്ഷൻ്റെ ഒരു പ്രത്യേകത എന്താ? ഇറ്റ് നെവർ കംപ്ലീറ്റഡ്, ഒരിക്കലും കംപ്ലീറ്റഡ് ആവില്ല. കാരണം ദ എമൗണ്ട് ഓഫ് റിയാക്റ്റൻസ് വിൽ റിമൈൻ. അപ്പോൾ ഒരു ഇൻഡസ്ട്രിയിൽ നമ്മൾ പൈസ കൊടുത്ത് റിയാക്റ്റൻ്റ് ഉണ്ടാക്കി ആ റിയാക്റ്റൻ്റ് മുഴുവൻ കൺസ്യൂം ചെയ്ത് പോകുന്നില്ല എങ്കിൽ നാച്ചുറലി ആ ഇൻഡസ്ട്രി ലോസിലായിരിക്കുമല്ലോ. അപ്പോൾ അന്ന് മുതലേ എല്ലാവരും മുഴുവൻ റിയാക്റ്റൻസിനെയും പ്രോഡക്റ്റ് ആക്കാൻ എന്താ വഴിയെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ലീ ഷാറ്റ്ലിയർ അദ്ദേഹത്തിൻ്റെ ഈ പ്രിൻസിപ്പിളുമായിട്ട് വരുന്നത്. അങ്ങനെ ഇൻഡസ്ട്രിയിൽ ഒരു വലിയ റെവല്യൂഷൻ ഉണ്ടാക്കിയ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻസിപ്പിളാണ് ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. അപ്പോൾ നമുക്ക് മുഴുവൻ റിയാക്റ്റൻസിനെയും പ്രോഡക്റ്റ് ആക്കാൻ എന്ത് ചെയ്യാം എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളാണ്, അതായത് ബി. കുറേയേറെ ക്വസ്റ്റ്യൻസ് ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫോർ ദ റിയാക്ഷൻ CH4+2O2 റിവേഴ്സിബിളി ഗീവ്സ് CO2 + 2H2O. ഇവിടെ ഇക്വേഷൻ ഒന്ന് ശ്രദ്ധിക്കണം. CH4 ഗ്യാസാണ്, ഓക്സിജനും ഗ്യാസാണ്, കാർബൺ ഡൈ ഓക്സൈഡും ഗ്യാസാണ്. പക്ഷേ വാട്ടർ നോക്കൂ, ലിക്വിഡാണ്. അപ്പോൾ ഇക്വേഷൻ ആദ്യം വായിക്കുമ്പോഴേ അതിൻ്റെ സബ്സ്ക്രിപ്റ്റായിട്ട് എഴുതിയിരിക്കുന്ന റിയാക്റ്റൻസിൻ്റെയും പ്രോഡക്ട്സിൻ്റെയും ഫിസിക്കൽ സ്റ്റേറ്റ് ഒന്ന് നോക്കണം. അത് കഴിഞ്ഞ് എന്താ, ΔH തന്നിട്ടുണ്ട് -170.8 kJ/mol. മൈനസ് ആണ്. ΔH മൈനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ഫോർവേഡ് റിയാക്ഷൻ ഈസ് എക്സോതെർമിക് എന്നാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്സ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് ട്രൂ, ശരിയല്ലാത്തത് ഏത് എന്നാണ്. The first statement is, at equilibrium the concentration of CO2 and H2 are not equal. ഷുവർ ആയിട്ടുമല്ല. ഇനി മോൾസിൽ എടുത്താൽ തന്നെ ഒരു CO2 2 H2O ആണ്. ഓക്കെ, അപ്പോൾ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. The equilibrium constant for the reaction is given by Kp is equal to concentration of CO2, H2 എടുത്തിട്ടില്ല കാരണം ലിക്വിഡ് സ്റ്റേറ്റ് ആയതുകൊണ്ട്, ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് CH4 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് O2. രണ്ട് രീതിയിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഒന്ന്, O2 എഴുതുമ്പോൾ അതിന് സ്ക്വയർ എഴുതണം, സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യന്റ്, അത് എഴുതിയിട്ടില്ല. രണ്ട്, Kp ആണ്. Kp ആണെങ്കിൽ പാർഷ്യൽ പ്രഷറിൻ്റെ ടേംസിലാണ് വരേണ്ടത്. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഡിവൈഡഡ് ബൈ പാർഷ്യൽ പ്രഷർ ഓഫ് മീഥെയിൻ ഇൻറ്റു പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ദ ഹോൾ സ്ക്വയർ എന്നാണ് വരേണ്ടത്. അപ്പോൾ ആ അർത്ഥത്തിൽ നോക്കിയാൽ സ്റ്റേറ്റ്മെൻറ്റ് ബി റോങ് ആണ്. ഇനി addition of CH4 or O2 at equilibrium will cause the shift to the right. That means product side like boom, correct ആണ്. The reaction is exothermic, that also correct. So the wrong statement is B ആണ്. The equilibrium constant for the reaction Kp is equal to എന്ന് എഴുതിയിരിക്കുന്നത് wrong statement ആണ്. Next question. The value of ΔH for the reaction X2 + 4Y2 reversibly gives 2XY4 is less than 0. Less than 0 എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന മൈനസ് വാല്യൂ, അതായത് ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക്. ദ ഫോർമേഷൻ ഓഫ് XY4 വിൽ ബി ഫോർവേഡ്, അതായത് മോർ പ്രോഡക്റ്റ് ഉണ്ടാകാൻ എന്ത് വേണം? അപ്പോൾ ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് ആണെങ്കിൽ ബാക്ക്വേർഡ് റിയാക്ഷൻ എൻഡോതെർമിക് ആയിരിക്കും, ആണല്ലോ. അപ്പോൾ നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ ലീ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച് സിസ്റ്റം വിൽ ട്രൈ ടു decrease the temperature. How can it decrease the temperature? By increasing the rate of endothermic reaction. Endothermic reaction സ്പീഡ് കൂട്ടിയാൽ, കാരണം ഒരു ഹീറ്റ് ഉണ്ടാകുമ്പോൾ അതിനെ എന്ത് ചെയ്യണം? വലിച്ചെടുക്കണം. നമ്മളൊരു സ്ഥലത്ത് വെള്ളം വീണ വെള്ളം മാറ്റാൻ എന്ത് ചെയ്യണം? വലിച്ചെടുക്കണം. അതുപോലെ ഹീറ്റ് നിങ്ങൾ വെളിയിൽ നിന്ന് കൂട്ടി കൊടുത്താൽ സിസ്റ്റം അതിനെ അബ്സോർബ് ചെയ്യാൻ നോക്കും. അബ്സോർബ് ചെയ്യുന്ന റിയാക്ഷൻ ഏതാ? എൻഡോതെർമിക് റിയാക്ഷൻ. ഇവിടെ ബാക്ക്വേർഡ് റിയാക്ഷനാണ് എൻഡോതെർമിക്, കാരണം ഫോർവേഡ് റിയാക്ഷൻ എക്സോതെർമിക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ടെമ്പറേച്ചർ കൂട്ടിയാൽ നിങ്ങൾക്ക് ഉണ്ടായ പ്രോഡക്റ്റ് വീണ്ടും ഡീകമ്പോസ് ചെയ്തു പോകും. അപ്പോൾ ടെമ്പറേച്ചർ കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ടെമ്പറേച്ചർ എന്ത് ചെയ്യണം? കുറയ്ക്കണം. പക്ഷേ യു കനോട്ട് ഡിക്രീസ് ദ ടെമ്പറേച്ചർ ആഫ്റ്റർ എ ലെവൽ, കാരണം ഒരു ലെവലിന് താഴെ ടെമ്പറേച്ചർ കൊണ്ടുവന്നാൽ ഏത് റിയാക്ഷനും സ്റ്റോപ്പ് ആയി പോകും, ഇല്ലേ? കാരണം അവർക്ക് റിയാക്ട് ചെയ്യാൻ ഒരു മിനിമം എനർജി വേണമല്ലോ. യു കോൾ ഇറ്റ് എസ് ഓപ്റ്റിമം ടെമ്പറേച്ചർ. ദ ടെമ്പറേച്ചർ ക്യാൻ ബി ഡിക്രീസ്ഡ് അപ് ടു ആൻ ഓപ്റ്റിമം ലെവൽ. അതിനേക്കാളും താഴെ കൊണ്ടുപോയാൽ എന്ത് പറ്റും?
റിയാക്ഷൻ സ്റ്റോപ്പായി പോകും. അപ്പോൾ ടെമ്പറേച്ചർ ലോ ആയിരിക്കണം എന്ന് മനസ്സിലായി. ഇനി പ്രഷർ എന്താ വേണം? പ്രഷർ ഞാൻ പറഞ്ഞു രണ്ട് രീതിയിൽ നോക്കാം, ഈതർ ബൈ ലുക്കിംഗ് ഇൻ ടു വോളിയം ഓർ നമ്പർ. ഞാൻ കുറച്ച് വോളിയം നോക്കി പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. 4+1 5 ആണ് റിയാക്റ്റൻറ്റ് സൈഡ്, പ്രോഡക്റ്റ് സൈഡ് 2 ആണ് അല്ലേ? റിയാക്ഷൻ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ 1+4 ഗീവ്സ് 2 ആണ്, അതായത് 5 ഗീവ്സ് 2. അപ്പം നമ്മൾ നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തതുപോലെ പ്രോഡക്റ്റ് റിയാക്റ്റൻ്റ് ആകുമ്പോൾ നമ്പർ ഓഫ് മോൾസ് കുറയുന്നു. സോ വെൻ യു ഇൻക്രീസ് ദ പ്രഷർ, സിസ്റ്റം വിൽ ട്രൈ ടു ഡിക്രീസ് ദ പ്രഷർ ബൈ ഇൻക്രീസിങ് ദ റേറ്റ് വെയർ നമ്പർ ഓഫ് മോൾസ് ഓർ വോളിയം ആർ ഡിക്രീസിങ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് മോൾസ് കുറയുന്ന റിയാക്ഷൻ ഫോർവേഡ് റിയാക്ഷൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഹൈ പ്രഷർ ഈസ് ഫേവറബിൾ. അപ്പോൾ ഹൈ പ്രഷറും ലോ ടെമ്പറേച്ചറുമാണ് മോർ പ്രോഡക്റ്റ് കിട്ടാൻ ഫേവറബിൾ എന്ന് പറയുന്നത്. ആ അർത്ഥത്തിൽ നോക്കിയാൽ ഇതിൻ്റെ ആൻസർ എ ആണ്. ക്ലിയർ? ഈ KP KC ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ ചോദിച്ചിട്ടുണ്ട്. കാരണം പരീക്ഷയ്ക്കും അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് കൂടുതൽ വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടുതൽ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തത്. ഫോർ ദ ഗിവൺ റിയാക്ഷൻ ചൂസ് ദ കറക്റ്റ് എക്സ്പ്രഷൻ ഫോർ KC ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ ഇതിനകത്ത് KCയുടെ കറക്റ്റ് എക്സ്പ്രഷൻ എഴുതാനാണ്. അപ്പോൾ ഞാൻ ചോയ്സ് ഒന്നും നോക്കണ്ട, നമുക്കല്ലാതെ KCയുടെ എക്സ്പ്രഷൻ എഴുതിയാൽ KC ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ് Fe SCN അല്ലേ? SCN Fe SCN 2+ അകത്താണ് കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Fe 3+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് SCN മൈനസ്. അപ്പോൾ ഇതാണ് KCയുടെ എക്സ്പ്രഷൻ. അങ്ങനെ KCയുടെ എക്സ്പ്രഷൻ വരുന്ന ഏക ചോയ്സ് എ ആണ് എന്ന് തോന്നുന്നു. കാരണം ബിയിൽ നേരെ റിവേഴ്സാണ്, പ്രോഡക്റ്റാണ് മുകളിൽ വരുന്നത്, റിയാക്റ്റൻ്റാണ് മുകളിൽ വരുന്നത്. ഇവിടെ 2 സ്ക്വയർ കൊടുത്തിരിക്കുന്നു. ഇവിടെ സ്ക്വയറിന് സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻസി ഇല്ല. ഇവിടെയും പ്രോഡക്റ്റിന് സ്ക്വയർ കൊടുത്തിരിക്കുന്നു. ഇവിടെ പ്രോഡക്റ്റിനും സ്റ്റോഷിയോമെട്രിക് കോഎഫിഷ്യൻ്റ് ഇല്ല. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇതിൽ ശരി ആൻസർ എ ആണ്. അടുത്തും KP KCയുമായിട്ട് റിലേഷനുള്ളൊരു ക്വസ്റ്റ്യനാണ്. കാരണം പല രീതിയിൽ ആ ക്വസ്റ്റ്യൻസ് എങ്ങനെ വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. We know that the relation between KC and KP is equal to KC into RT raised to delta N. What would be the value of delta N for the reaction? Ammonium chloride. ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞ ഇക്വേഷൻ വായിക്കുമ്പോഴേ അത് ശ്രദ്ധിച്ച് പോകണം. അമോണിയം ക്ലോറൈഡ് സോളിഡ് ആണ്, അമോണിയ ഗ്യാസാണ്, HCl ഗ്യാസാണ്. ഡെൽറ്റ എൻ്റെ വാല്യൂ ആണ്. അപ്പോൾ ഡെൽറ്റ എൻ നമ്മൾ എന്താ പറഞ്ഞത്? ഗേഷ്യസ് പ്രോഡക്ട്സ് മൈനസ് ഗേഷ്യസ് റിയാക്റ്റൻസ് എന്നാണ്. ഗേഷ്യസ് പ്രോഡക്ട്സ് എന്ന് പറയുന്നത് 1+1 2 ആണ്. ഡെൽറ്റ എൻ 1+1 അതായത് 2. ഏതാ 1+1? 1+1 മൈനസ് പ്രോഡക്റ്റ് ഇല്ല, 0 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ 2 ആണ്. സോ ദ ആൻസർ ഈസ് ഡി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ജനറൽ ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഇക്വിലിബ്രിയം ഇൻവോൾവിങ് ഫിസിക്കൽ പ്രോസസ്. അപ്പോൾ ഫിസിക്കൽ ഇക്വിലിബ്രിയത്തെക്കുറിച്ചാണ് പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ്സ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ. ഇക്വിലിബ്രിയം ഈസ് പോസിബിൾ ഓൺലി ഇൻ എ ക്ലോസ്ഡ് സിസ്റ്റം അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. അത് കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ? ക്ലോസ്ഡ് സിസ്റ്റത്തിൽ എപ്പോഴും ഇക്വിലിബ്രിയം അച്ചീവ് ചെയ്യാൻ പറ്റും. ഓൾ മെഷറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ദ സിസ്റ്റം റിമൈൻസ് കോൺസ്റ്റൻറ്റ്. വോളിയം കൂടൂല, ടെമ്പറേച്ചർ കൂടൂല, പ്രഷർ കൂടൂല. ഇങ്ങനെ നോക്കിയാൽ ഓൾമോസ്റ്റ് എല്ലാ മെഷറബിൾ പ്രോപ്പർട്ടീസും ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യുമ്പോൾ കോൺസ്റ്റൻ്റ് ആവും. ഈക്വൽ ആവുന്നല്ല, കോൺസ്റ്റൻ്റ്. ഓൾ ഫിസിക്കൽ പ്രോസസ് സ്റ്റോപ്പ് അറ്റ് ഇക്വിലിബ്രിയം. എല്ലാ ഫിസിക്കൽ പ്രോസസ്സുകളും സ്റ്റോപ്പ് ആകും. അത് റോങ് ആണ്. കാരണം ഇപ്പോൾ നിങ്ങൾ ഇക്വിലിബ്രിയത്തിൽ ഇപ്പോൾ ഉദാഹരണം പറയാം. നമുക്ക് ഐസ് വെള്ളത്തിൽ ഇട്ടു, അപ്പോൾ അവിടെ മെൽറ്റിങ്ങും പിന്നെ ക്രിസ്റ്റലൈസേഷനും അല്ലെങ്കിൽ ഫ്യൂഷനും അത് ഒരുമിച്ച് നടക്കും. ഫ്യൂസ് ചെയ്യുന്നതും തിരിച്ച് ക്രിസ്റ്റലൈസേഷനും ഒരുമിച്ച് നടക്കും. അതല്ലെങ്കിൽ വാട്ടർ നമുക്ക് വേപ്പറൈസ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ ഇവോപ്പറേഷനും കണ്ടൻസേഷനും ഒരുമിച്ച് നടക്കും. അപ്പോൾ അവിടെ പ്രോസസ്സ് നടക്കുന്നുണ്ട്, ഇവോപ്പറേഷനും നടക്കുന്നുണ്ട്, കണ്ടൻസേഷനും നടക്കുന്നുണ്ട്. പക്ഷെ അവർ ഒരേ റേറ്റിൽ നടക്കുന്നു എന്നേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അത് റിയാക്ഷൻ സ്റ്റോപ്പായിട്ട് തോന്നും, ബട്ട് ആക്ച്വലി അവിടെ റിയാക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ ഓൾ ഫിസിക്കൽ പ്രോസസ് സ്റ്റോപ്പ് അറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആണ്. The opposing process occur at the same rate and there is dynamic but stable condition. അതൊക്കെ ശരിയാണ്. Equilibrium is said to be dynamic because the opposing processes at the same rate എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇതിൽ അങ്ങനെ നോക്കിയാൽ ഇതിനകത്ത് ആൻസർ ഏതാണ്? ഓൾ ഫിസിക്കൽ പ്രോസസ് സ്റ്റോപ്പ് അറ്റ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതുകൊണ്ട് ആൻസർ സി ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഈസ് ഇൻകറക്റ്റ്? അഗെയിൻ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനാണ്. നോക്കൂ,
In equilibrium mixture of ice and water kept in perfectly insulated flask, mass of ice and water does not change with time. Correct statement. And the intensity of red color increases when oxalic acid is added to a solution containing iron nitrate and potassium thiocyanate. അപ്പോൾ നിങ്ങൾ ഇക്വിലിബ്രിയത്തിൽ അറ്റൈൻ ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്കെന്ന് പിന്നെ നമ്മൾ അതിനകത്ത് നോക്കിയാൽ വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് എന്നാണ്. ഇക്വിലിബ്രിയംനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും ഓക്സാലിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുത്താൽ പിന്നെ കളർ മാറുക തന്നെ ചെയ്യും, അതിനകത്ത് വ്യത്യാസമില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് പിന്നെ നമുക്ക് എന്താ പറയുക, റോങ് സ്റ്റേറ്റ്മെൻറ്റ്. ഓൺ അഡീഷൻ ഓഫ് കാറ്റലിസ്റ്റ് ടു ആൻ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ദ വാല്യൂ വിൽ നോട്ട് അഫക്റ്റ്, അതും കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് ബാക്കി ഒന്നും അറിഞ്ഞുകൂടെങ്കിലും ബാക്കി 3 സ്റ്റേറ്റ്മെൻറ്റും റോങ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് ഫോർ എ റിയാക്ഷൻ വിത്ത് നെഗറ്റീവ് ഡെൽറ്റ എച്ച് വാല്യൂ ഡിക്രീസസ് as the temperature increases. ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണെങ്കിൽ ടെമ്പറേച്ചർ പിന്നെ കൂട്ടിയാൽ ഇക്വിലിബ്രിയം ഡിക്രീസ് ചെയ്യും എന്നുള്ള, ഇത് ഫോർവേഡ് റിയാക്ഷൻ ഡിക്രീസ് ചെയ്യുന്നുള്ളതും സത്യമാണ്. അപ്പം ഇതിനകത്ത് അങ്ങനെ നോക്കിയാൽ ഇതിനകത്ത് റോങ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ബി ആണ്. സോ ബി ഈസ് ദ റോങ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, acidity of BF3 can be explained on the basis of which of the following concepts? നമുക്ക് 3 ആസിഡ് ബേസ് കോൺസെപ്റ്റ്സ് ആണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത് അല്ലേ. ഒന്ന് ഏതാ? അറീനിയസ് ആസിഡ്സ്. അറീനിയസ് എന്താ പറഞ്ഞ്, H+ കൊടുക്കുന്നവർ ആസിഡ്, OH- കൊടുക്കുന്നവർ ബേസ്. അപ്പോഴാണ് നമുക്ക് NH3 എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് വന്നത്. NH3-കകത്ത് OH- ഇല്ല, പക്ഷേ NH3 ബേസിക്കാണ്. അപ്പോൾ എല്ലാവരും അറീനിയസിനോട് ചോദിച്ചു, NH3 എങ്ങനെയാണ് ബേസിക് ആയത്, അതിനകത്ത് OH ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ചില എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല എന്ന് വന്നു. അപ്പോൾ വന്നവരാണ് ലൗറി ആൻഡ് ബ്രോൺസ്റ്റൺ. അവർ ഈ H+ വീണ്ടും പറയാൻ മടിച്ചിട്ട് അവർ പറഞ്ഞു പ്രോട്ടോൺ ഡോണറാണ് ആസിഡ്, അമോണിയ പ്രോട്ടോൺ അക്സെപ്റ്ററാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ശരി, കാരണം NH4+ ആവും. നിങ്ങൾ പഠിച്ചതാണ്, അതുകൊണ്ടാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. അപ്പോൾ പറഞ്ഞു പ്രോട്ടോൺ ഡോണേഴ്സ് ആർ ആസിഡ്സ് ആൻഡ് പ്രോട്ടോൺ അക്സെപ്റ്റേഴ്സ് ആർ ബേസസ് എന്ന്. അപ്പോൾ അത് കഴിഞ്ഞ്, അപ്പോൾ അതും കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അടുത്തൊരു കോമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ NH3 എന്ന് പറയുന്ന ബേസ്. അപ്പോൾ NH3 ബേസ് ആണെന്ന് ലൗറി ബ്രോൺസ്റ്റൺ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തു. BF3 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ടുമായിട്ട്, ആസിഡോ ബേസോ എന്തോ ആയിക്കോട്ടെ, അപ്പോൾ അത് NH3BF3 എന്ന് പറയുന്ന ഒരു സോൾട്ട് ഉണ്ടായി. അപ്പോൾ ആസിഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്താൽ സോൾട്ട് ഉണ്ടാകുന്ന ഒരു കോമൺ ഇതാണല്ലോ. അങ്ങനെയാണെങ്കിൽ BF3 എന്ന് പറയുന്ന ഒരു ആസിഡ് ആകണം. അപ്പോൾ എങ്ങനെ BF3 ആസിഡായി എന്നൊരു ചോദ്യം വന്നു. കാരണം അതിനകത്ത് പ്രോട്ടോൺ ഇല്ല, പ്രോട്ടോൺ ആറ്റങ്ങളുടെ അകത്തേ ഉള്ളൂ, അതല്ല ഡോണർ. ഡൊണേറ്റ് ചെയ്യുന്ന പ്രോട്ടോൺ എന്ന് പറഞ്ഞാൽ H+ ആണ്. നമ്മൾ പ്രോട്ടോൺ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന പ്രോട്ടോൺ ആണെന്ന് ധരിക്കരുത്. അപ്പോൾ ഇവിടെ പ്രോട്ടോൺ ഇല്ലല്ലോ BF3-ൽ, ഇതിന് ഹൗ ക്യാൻ ബി BF3 ആൻ ആസിഡ് എന്നൊരു ചോദ്യം വരും. അങ്ങനെ വന്നപ്പോൾ NH3BF3 എങ്ങനെ ഉണ്ടായി എന്ന് നോക്കണം. അതായത് നൈട്രജൻ അതിൻ്റെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ ആർക്ക് ഡൊണേറ്റ് ചെയ്യുന്നു? ബോറോൺ, BF3-ലെ ബോറോണ് ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ BF3 അൻ അക്സെപ്റ്ററും NH3 ഒരു ഡോണറുമാണ്. അങ്ങനെ വന്നപ്പോൾ നമ്മൾ ഒരു പുതിയ കോൺസെപ്റ്റ് ലൂയിസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്തത്. അദ്ദേഹം പറഞ്ഞു ആസിഡ്സ് ആർ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ്. ആസിഡ് അക്സെപ്റ്റർ അങ്ങനെ കണക്ട് ചെയ്യാം. ആസിഡ്സ് ആർ അക്സെപ്റ്റേഴ്സ്. അപ്പോൾ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ് ആണ് ആസിഡ്സ്. അപ്പോൾ ബേസ് ആരാ? ഇലക്ട്രോൺ ഡോണറാണ്. അപ്പോൾ ഡോണേഴ്സ്, ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ് ആർ ബേസസ്, ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ് ആർ ആസിഡ് എന്ന് പറഞ്ഞ് നമ്മളിപ്പോൾ ഒരു ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ലൂയിസ് കോൺസെപ്റ്റാണ്. അപ്പോൾ BF3 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഒരു പിന്നെ ആസിഡാണ് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നത് ലൂയിസ് കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. ഇത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ അറീനിയസ് കോൺസ്റ്റൻ്റെ ആസിഡും ബേസും ലോറി ബ്രോൺസ്റ്റഡിൻ്റെ ആസിഡും ബേസും എല്ലാം ലൂയിസിൻ്റെ ആസിഡും ബേസുകളുമാണ്. കാരണം ലോറി ബ്രോൺസ്റ്റഡ് എക്സ്പ്ലെയിൻ ചെയ്യുന്നതും അറീനിയസ് എക്സ്പ്ലെയിൻ ചെയ്തതിനെയും ലൂയിസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലൂയിസ് കോൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് മറ്റേത് രണ്ടും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. പക്ഷേ അറീനിയസ് കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് ലൂയിസിലെ ആസിഡുകളെയും ബേസുകളെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അതുപോലെ ലൗറി ബ്രോൺസ്റ്റഡിൻ്റെ കോൺസെപ്റ്റ് വെച്ചുകൊണ്ട് ലൂയിസിൻ്റെ ആസിഡുകളെയും ബേസുകളെയും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് എപ്പോഴും ഏറ്റവും ലേറ്റസ്റ്റ് വരുന്ന കോൺസെപ്റ്റിന് പഴയതിനെ കൂടി എന്ത് ചെയ്യാൻ പറ്റണം? എക്സ്പ്ലെയിൻ ചെയ്യാൻ
പറ്റണം. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പറയുന്നത് ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ് ആർ ബേസസ് ആൻഡ് ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ് ആർ ആസിഡ്സ്. ഈ കോൺസെപ്റ്റ് കൊണ്ടുവന്ന ആരാണ്? ലൂയിസ് ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ സി ആണ്, ലൂയിസ് കോൺസെപ്റ്റ്. An aqueous solution has pH 4. The hydrogen ion concentration of the solution would be. നിങ്ങൾക്കറിയാം പി എച്ച് എന്ന് പറയുന്നത് എന്താ? പി എച്ച് എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ എഴുതാം. നെഗറ്റീവ് ലോഗ് ഓഫ് എച്ച് പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ ആണ്. എച്ച് പ്ലസ് അയോൺ കോൺസെൻട്രേഷൻ ആണല്ലോ പി എച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ പി എച്ച് 4 വരണമെങ്കിൽ കോൺസെൻട്രേഷൻ 10⁻⁻⁴ വരണം. നെഗറ്റീവ് ലോഗ് ഓഫ് 10⁻⁻⁴. അപ്പോൾ 10⁻⁻⁴ വന്നാൽ എങ്ങനെ എഴുതും? മൈനസ് ഇൻറ്റു -4 ഇൻറ്റു ലോഗ് 10. ലോഗ് 10 എത്ര? 1. അപ്പോൾ മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ്. അപ്പോൾ ഇത് എത്ര വരും? 4 എന്ന് വരും. സോ ദ ആൻസർ 10⁻⁻⁴ കോൺസെൻട്രേഷൻ വന്നാലേ പി എച്ച് 4 വരൂ. പി എച്ച് 4 എന്നാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ബി ആണ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, ദ പി എച്ച് ഓഫ് ബ്ലഡ് ഈസ് എബൌട്ട് എന്ന്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ബ്ലഡിൻ്റെ പി എച്ച് 7.4 ആണ്. ബ്ലഡ് എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ബേസിക് ആണ്. ഈ പി എച്ചിൽ, ബ്ലഡിൻ്റെ പി എച്ചിലുണ്ടാകുന്ന നല്ല മാറ്റങ്ങൾ നമുക്ക് ഡെത്ത് വരെ ഉണ്ടാക്കാം. അതുകൊണ്ട് എപ്പോഴും പി എച്ച് ഓഫ് ദ ബ്ലഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല സിറ്റുവേഷൻ, ഈവൻ പോയിസൺസ്, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം ബ്ലഡിൻ്റെ പി എച്ചിന് വ്യത്യാസം വരാം. അങ്ങനെയാണെങ്കിൽ അത് ഡെത്തിലേക്ക് വരാം എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ആൻസർ 7.4 ആണ്. അതായത് ഒരു ചെറിയ സ്ലൈറ്റ്ലി ബേസിക്, അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ അമോണിയം ക്ലോറൈഡ് ഈസ് ആഡഡ് ടു അമോണിയം ഹൈഡ്രോക്സൈഡ് ദ ഡിസോസിയേഷൻ ഓഫ് അമോണിയം ഹൈഡ്രോക്സൈഡ് ഈസ് റെഡ്യൂസ്ഡ്. ഇതെന്തായിരിക്കും? The suppression of the dissociation of a weak electrolyte by adding a strong electrolyte containing a common ion ആണ്. അതിന് നിങ്ങൾ എന്ത് പേര് വിളിക്കും? കോമൺ അയോൺ ഇഫക്റ്റ് എന്ന് വിളിക്കും. അതായത് ഇവിടെ നമുക്കൊന്ന് നോക്കാം, എക്സാമ്പിൾ അറിയാൻ വേണ്ടി. NH4OH എന്ന് പറയുന്നത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റാണ്. അതിൻ്റെ അർത്ഥം ഇയാളുടെ ഡിസോസിയേഷൻ എന്ന് പറയുന്നത് റിവേഴ്സിബിളാണ്. അപ്പോൾ NH4 പ്ലസ് OH മൈനസ്. എന്നാൽ അമോണിയം ക്ലോറൈഡിനെ നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അയാളുടെ ഡിസോസിയേഷൻ റിവേഴ്സിബിൾ അല്ല. NH4 പ്ലസ് Cl മൈനസ്. അപ്പോൾ ഈ അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഡിസോസിയേഷൻ റിവേഴ്സിബിൾ ആണ്. എന്ന് പറഞ്ഞാൽ എന്താ? അമോണിയം ഹൈഡ്രോക്സൈഡ് ഡിസോസിയേറ്റ് ചെയ്ത് അമോണിയം അയോണും OH മൈനസും അയോണും ആകും. അവർ വീണ്ടും കമ്പൈൻ ചെയ്ത് അമോണിയം ഹൈഡ്രോക്സൈഡ് ആവും. എന്നാൽ ഇവരങ്ങനെ ആവില്ല. അപ്പോൾ ഇതൊരു ഇക്വിലിബ്രിയത്തിലിരിക്കുന്ന സിസ്റ്റത്തിലേക്ക് നിങ്ങൾ അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ കോമൺ ആയിട്ട് ഇതിനകത്ത് അമോണിയം അയോൺ വരും. ഈ അമോണിയം അയോൺ ഫസ്റ്റ് റിയാക്ഷനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രോഡക്റ്റാണ്. അപ്പോൾ നെറ്റ് റിസൾട്ട് ലേഷാലിയർ പ്രിൻസിപ്പിൾ അനുസരിച്ച് യു ആർ ഇൻക്രീസിങ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ പ്രോഡക്റ്റ്. പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിയാൽ സിസ്റ്റം എന്തിനു ശ്രമിക്കും? പ്രോഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കണമെങ്കിൽ ഏത് റിയാക്ഷൻ നടക്കണം? ബാക്ക്വേർഡ് റിയാക്ഷൻ. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ബാക്ക്വേർഡ് റിയാക്ഷൻ്റെ സ്പീഡ് കൂടുക എന്ന് പറഞ്ഞാൽ ഡിസോസിയേഷൻ്റെ റേറ്റ് കുറയുക എന്നാണ് അർത്ഥം. അപ്പോൾ ചോദ്യവും അങ്ങനെയാണ്. അമോണിയം ക്ലോറൈഡ് ആഡ് ചെയ്ത് അമോണിയം ഹൈഡ്രോക്സൈഡ് ചേരുമ്പോൾ അമോണിയം ഹൈഡ്രോക്സൈഡിൻ്റെ ഡിസോസിയേഷൻ കുറയുന്നത് എന്തുകൊണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് കോമൺ അയൺ ഇഫക്റ്റ് ആണ്. ഇതാണ് കോമൺ അയൺ ഇഫക്റ്റ് എന്നുള്ള കോൺസെപ്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എ മോണോപ്രോട്ടിക് ആസിഡ് ഇൻ 1 molar solution is 0.001 ionized. The dissociation constant of acid is. അപ്പോൾ നിങ്ങൾക്കറിയാം ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് Ka ആണ്. അപ്പോൾ ഇവിടെ 2 പോയിൻറ്റ്സ് ആണ്. അപ്പോൾ ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് C⁴ ഡിവൈഡഡ് ബൈ 1 - alpha. ഇവിടെ 1 - alpha അപ്രോക്സിമേറ്റ്ലി 1 ആയിട്ട് എടുക്കും. അതുകൊണ്ട് നമുക്കിതിനെ C⁴ എന്നെടുക്കാം. ഇപ്പോൾ 2 ടേംസ് ആണ് നമുക്ക് ആവശ്യം. ഒന്ന് സി ക്വസ്റ്റിന് തന്നിട്ടുണ്ടോ? ഉണ്ട്. 1 molar എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സിയെ നമുക്ക് 1 എന്നെടുക്കാം. ഇൻറ്റു ആൽഫ തന്നിട്ടുണ്ടോ? ഉണ്ട്. 0.001 എന്നാണ്. ബൈ 100 ആണ്. കാരണം ആൽഫ എന്ന് പറയുന്നത് 0.001 ബൈ 100 എന്ന് പറയുമ്പോൾ നമുക്ക് 10⁻⁻⁴
5 എന്നെടുക്കാം, അല്ലേ? ശരി, അപ്പോൾ 10⁻⁻. അപ്പോൾ നിങ്ങളിവിടെ അപ്ലൈ ചെയ്താൽ 10⁻⁻² എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം 1 × 10⁻⁻10. അങ്ങനൊരു ആൻസർ ഉള്ളത് ഡി ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ ഡി. അടുത്ത, ദ അഡീഷൻ ഓഫ് HCl വിൽ നോട്ട് സപ്രസ് ദി അയണൈസേഷൻ ഓഫ്. അപ്പോൾ ഒരു ഇലക്ട്രോലൈറ്റിന് അയാളേക്കാൾ വീക്കായ ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷനെ സപ്രസ് ചെയ്യാൻ പറ്റും. അയാളേക്കാൾ സ്ട്രോങ് ആയ ഒരു ഇലക്ട്രോലൈറ്റിൻ്റെ ഡിസോസിയേഷനെ സപ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ HClനെ സപ്രസ് ചെയ്യാൻ പറ്റാത്തത് ആരെന്ന് ചോദിച്ചാൽ HClനേക്കാളും സ്ട്രോങ്കർ ആരാണ് എന്ന് നോക്കണം. അപ്പോൾ ചോയ്സസ് ഏത്? അസറ്റിക് ആസിഡ് നിങ്ങൾക്കറിയാം ഒരു വീക്ക് ആസിഡാണ്. സൾഫ്യൂരിക് ആസിഡ് സ്ട്രോങ്ങസ്റ്റ് ആണ്. H2S സ്ലൈറ്റ്ലി അസിഡിക് ആണ്. ബെൻസോയിക് ആസിഡ് ഒരു വീക്ക് ആസിഡാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഇതിലെ ഏറ്റവും സ്ട്രോങ് ആയ കോമ്പൗണ്ടാണ് സൾഫ്യൂരിക് ആസിഡ്. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിൻ്റെ ഡിസോസിയേഷനെ സപ്രസ് ചെയ്യാൻ ഒരിക്കലും ആർക്ക് സാധിക്കില്ല? HClന് സാധിക്കില്ല. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാ? ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ദ സോളിബിലിറ്റി ഓഫ് A2X3 ഈസ് Y, but the solubility product is now. അപ്പോൾ ആദ്യം അയണൈസേഷൻ എഴുതിയാലേ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ A2X3 എങ്ങനെയാ ഡിസോസിയേറ്റ് ചെയ്യുന്നത്? ഇയാൾ 2A3+ അലുമിനിയം ആണെങ്കിൽ അലുമിനിയം എന്ന് എടുത്തോളൂ, ഞാൻ പറയും. അടുത്ത X3X2-. ഓക്കെ, ഇപ്പോൾ സോളിബിലിറ്റി Y എന്ന് പറയുന്നു. അപ്പോൾ ഇത് Y, ഇതിനെ നമുക്ക് 2Y എന്നെടുക്കാം, ഇതിനെ 3Y എന്നെടുക്കാം. 3. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, കോൺസെൻട്രേഷൻ എടുക്കുമ്പോൾ എങ്ങനെ വരും? സോളിബിലിറ്റി പ്രോഡക്റ്റ് ഈസ് ഈക്വൽ ടു കോൺസെൻട്രേഷൻ ഓഫ്, അല്ലേ? അതായത് ഇവിടെ A3+2 into Y2-3. അപ്പോൾ അങ്ങനെ എഴുതിയാൽ നമുക്ക് പറയാം 2Y² into 3Y x അല്ലേ, x 3Y3. അപ്പോൾ 4Y into 27Y3 അല്ലേ? അപ്പോൾ എന്താവും? രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 108 ആവും. ഇത് 2, ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 108 Y⁵5 വരും. സോ ദ ആൻസർ ഈസ് ഡി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കോൺജുഗേറ്റ് ആസിഡ് ബേസ്. ഈ കോൺജുഗേറ്റ് ആസിഡ് ബേസ് എന്ന് പറയുന്നത് ലൗറി ബ്രോൺസ്റ്റഡ് ആസിഡ് ബേസ് കോൺസെപ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ഒരു ബേസിൽ നിന്നുണ്ടാകുന്ന ആസിഡിനെ ആ ബേസിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എന്നും, ആസിഡിൽ നിന്നുണ്ടാകുന്ന ബേസിനെ ആ ബേസിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് എന്നാണ് വിളിക്കുക. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫോളോയിങ് ഇക്വിലിബ്രിയം ഈസ് എസ്റ്റാബ്ലിഷ്ഡ് വെൻ ഹൈഡ്രജൻ ക്ലോറൈഡ് ഈസ് ഡിസോൾവ്ഡ് ഇൻ അസറ്റിക് ആസിഡ്. ഹൈഡ്രജൻ ക്ലോറൈഡ് അസറ്റിക് ആസിഡിൽ ഡിസോൾവ് ചെയ്യുന്നു. അതിനൊരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ HCl + CH3COOH reversibly gives Cl- + CH3COOH2+. ഓക്സിജന് ലോൺ പെയർ ഓഫ് ഇലക്ട്രോണിനെ കൊടുത്ത് ഒരു H+നെ ഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ HCl എന്ന് പറയുന്നതാണ് അപ്പോൾ ഇവിടെ ആസിഡ്. ഓക്കെ, നിങ്ങൾ ആസിഡ് എന്ന് വിളിക്കുന്ന അസറ്റിക് ആസിഡ് ഇവിടെ ബേസാണ്. കാരണം എന്താ? H+നെ ഡൊണേറ്റ് ചെയ്തപ്പോഴാണല്ലോ ഇയാൾ Cl- ആയത്. അപ്പോൾ ഡോണർ, പ്രോട്ടോൺ ഡോണർ, ഇയാൾ ആ H+നെ ഗെയിൻ ചെയ്തപ്പോഴാണല്ലോ ഇതുണ്ടായത്. അപ്പോൾ അയാൾ ബേസാണ്. ഇനി ഇതിൻ്റെ റിവേഴ്സിബിൾ റിയാക്ഷൻ നിങ്ങൾ കൺസിഡർ ചെയ്താൽ ഈ ആസിഡിൽ നിന്നുണ്ടായ ബേസാണിത്. ഇയാൾ ബേസാണ്. കാരണം തിരിച്ചുള്ള റിയാക്ഷനിൽ ഇയാൾ H+നെ ഗെയിൻ ചെയ്താലാണ്. അപ്പോൾ ദിസ് ഈസ് ദ കോൺജുഗേറ്റ് ബേസ് ഓഫ് ദിസ് ആസിഡ്.
ഇനി ഇയാളുടെ റിവേഴ്സ് റിയാക്ഷൻ എടുത്താൽ ഇയാളുടെ റിവേഴ്സ് റിയാക്ഷനിൽ ഇയാൾ H+നെ കൊടുക്കും, അതുകൊണ്ട് ഇയാൾ ആസിഡ്. പക്ഷേ ഈ ആസിഡ് എവിടെ നിന്നുണ്ടായി? ഈ CH3COH എന്ന് പറയുന്ന ബേസിൽ നിന്നുണ്ടായ ആസിഡാണ്. അപ്പോൾ പേയേഴ്സ് നോക്കൂ, HCl-ഉം Cl- എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ട്, HCl-ഉം Cl-. അടുത്ത CH3COOH-ഉം CH3COOH2. അപ്പോൾ അങ്ങനെയുള്ളൊരു ആൻസർ കറക്റ്റായിട്ട് കൊടുത്തിരിക്കുന്നത് D ആണ്. അതുകൊണ്ട് ഇതിൻ്റെ ആൻസർ D ആണ്. ബാക്കി ഒരു ചോയ്സും പേയേഴ്സ് അല്ല. അപ്പോൾ ഒരു കോൺജുഗേറ്റ് ആസിഡിൻ്റെ ബേസ് കാണാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആസിഡിൻ്റെ കോൺജുഗേറ്റ് ബേസ് കാണാൻ പറഞ്ഞാൽ നിങ്ങൾ വേറെ ഒന്നും വേണ്ട, അതിൽ നിന്നൊരു H+നെ അങ്ങ് മാറ്റുക. അപ്പോൾ HCl-ൽ നിന്ന് H+നെ അങ്ങ് മാറ്റി, അപ്പോൾ Cl- കിട്ടി. ഇനി ഏതെങ്കിലും ഒരു കോമ്പൗണ്ടിൻ്റെ കോൺജുഗേറ്റ് ആസിഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട, അതിനോടൊരു H ചേർത്ത് വായിച്ചാൽ മതി. ഇപ്പോൾ അതാ CH3COOH, അതിനോടൊരു H ചേർത്ത് വായിച്ചപ്പോൾ അത് CH3COOH2+ ആയി. കാരണം എന്നാലല്ലേ റിവേഴ്സ് റിയാക്ഷനിൽ ആ H+നെ റിലീസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതേ ഉള്ളൂ, അതിന് വെരി സിമ്പിൾ ലോജിക്. അപ്പോൾ ആസിഡിനെ കോൺജുഗേറ്റ് ആസിഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ H+നെ ചേർത്ത് വായിക്കുക, കോൺജുഗേറ്റ് ബേസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ H+നെ മാറ്റി വായിക്കുക. അപ്പം പേയേഴ്സ് കണ്ടുപിടിക്കാൻ നല്ല എളുപ്പമായില്ലേ? HCl-ൻ്റെ നിന്ന് ഒരു H+നെ മാറ്റി Cl-. അസറ്റിക് ആസിഡിനോട് ഒരു H+നെ ചേർത്തു, CH3COOH2+ ആയി. അപ്പോൾ കറക്റ്റ് ആൻസർ D ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഈക്വൽ വോളിയംസ് ഓഫ് 3 ആസിഡ്സ് സൊല്യൂഷൻസ് pH തന്നിരിക്കുകയാണ്. 1 3, 1 4, 1 5 ആർ മിക്സ്ഡ് ഇൻ എ വെസൽ. വാട്ട് വിൽ ബി ദി H+ അയോൺ കോൺസെൻട്രേഷൻ ഇൻ ദ മിക്സ്ചർ എന്നാണ് ചോദ്യം. pH ആണ് തന്നിരിക്കുന്നത്, കോൺസെൻട്രേഷൻ ഓഫ് H+ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സൊല്യൂഷനിലെ ആകെ കോൺസെൻട്രേഷൻ ഓഫ് H+ എന്ന് പറയുന്നത് ഇവർ 3 പേരും കൂടെ മിക്സ് ചെയ്തതാണല്ലോ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് എത്രയാ? pH 3 ആണ്. pH 3 എന്ന് പറഞ്ഞാൽ 10⁻³ പ്ലസ് pH 4 10⁻⁴ പ്ലസ് 5 10⁻⁵. ആവറേജ് എടുക്കാം by 3 എന്ന് പറയുമ്പോൾ ഇത് ഏകദേശം 1.11 ഇൻറ്റു 10⁻⁻5 വരും, -3 വരും, സോറി. അപ്പോൾ ഇനി ഡിവൈഡഡ് ബൈ 3 നിങ്ങൾ ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 3.7 ഇൻറ്റു 10⁻⁻4 എന്ന് വരും. സോ ഇതിൻ്റെ ആൻസർ D ആണ്. ഒരു 1 പോയിൻ്റ് ആണ്. നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് ഡിസ്കസ് ചെയ്യാം. The pH of a saturated solution of barium hydroxide is 12. The value of solubility product KSP of the barium hydroxide. ഇതിനകത്തൊരു ഒരു ഡിഫിക്കൽട്ടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നിരിക്കുന്നത് pH-ഉം കണ്ടുപിടിക്കേണ്ടത് ഒരു ബേസിൻ്റെ കോൺസെൻട്രേഷനുമാണ്. അപ്പോൾ അതാണ് ഇതിനകത്തൊരു ട്വിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് നല്ലവണ്ണം മനസ്സിലാക്കിയാൽ ഈ ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നോക്കൂ, ബേരിയം ഹൈഡ്രോക്സൈഡിൻ്റെ ആണ് തന്നിരിക്കുന്നത് pH-ആണ്. ആദ്യം ബേരിയം ഹൈഡ്രോക്സൈഡിൻ്റെ അയണൈസേഷൻ എഴുതണം. അപ്പോൾ ബേരിയം ഹൈഡ്രോക്സൈഡിൻ്റെ അയണൈസേഷൻ എഴുതിയാൽ, റിവേഴ്സിബിളി എഴുതിയാൽ, ബേരിയം 2++ 2OH- കറക്റ്റ്. അപ്പോൾ ഇയാളുടെ നമ്മൾ KSP കണ്ടുപിടിച്ചാൽ, ഇയാളെ ഞാൻ Y എന്ന് എടുത്താൽ ഇത് 2Y അല്ലേ? അപ്പോൾ Y ഇൻറ്റു 2Y the whole square വരും. കോൺസെൻട്രേഷൻ പവേഴ്സ് മോഡ് വരും. അപ്പോൾ എനിക്കിപ്പം OH-ൻ്റെ കോൺസെൻട്രേഷൻ കാണണം, അല്ലെങ്കിൽ നമുക്ക് ഞാൻ വേറെ രീതിയിൽ എഴുതാം, കോൺസെൻട്രേഷൻ ഓഫ് Ba2+ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് OH മൈനസ് ദ ഹോൾ സ്ക്വയർ, അങ്ങനെ എടുത്താലും മതി. അപ്പോൾ നമുക്കിപ്പോൾ OH- കോൺസെൻട്രേഷൻ കിട്ടണം. അതെങ്ങനെ കിട്ടും? അവർ പറഞ്ഞിരിക്കുന്നു pH 2 ആണ്. അപ്പോൾ എന്ത് കാണണം? POH കാണണം. POH എത്ര? 14 2 അല്ല 12, 14 - 12 ആണ്. 14 - 12 എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പോൾ എനിക്ക് കോൺസെൻട്രേഷൻ ഓഫ് OH എന്ന് പറയുന്നത് അപ്പോൾ എങ്ങനെ കിട്ടും? 10⁻⁻² എന്ന് കിട്ടും. pH 2 ആണെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് OH- എന്ന് പറഞ്ഞാൽ 10⁻⁻² ആണ്. അപ്പോൾ ഞാൻ ഇവിടെ എത്ര വരും? എനിക്ക് 10⁻⁻² ഇൻറ്റു, അപ്പോൾ അതിൻ്റെ പകുതിയാണ്, കാരണം 2 അല്ലേ, 2y ആണെങ്കിൽ ഇത് y, അതിൻ്റെ പകുതിയാണ്. പകുതി എന്ന് പറയുമ്പോൾ 0.5 ആണ്. 0.5 ഇൻറ്റു 10⁻⁻² ആണ്. ഇനി ഇതോ സ്ക്വയറാണ്.
ആണല്ലോ. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ 5 × 10⁻⁻7 മോളാർ എന്ന് കിട്ടും, അതായത് ബി. അപ്പോൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 2 പാർട്ടുകൾ ചേർന്നൊരു ചാപ്റ്ററാണെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ഇതുപോലെ വളരെ ടഫ് ക്വസ്റ്റ്യൻസും വരാം എന്ന് പറഞ്ഞാൽ നല്ല ലോജിക്ക് ഉപയോഗിക്കേണ്ട ക്വസ്റ്റ്യൻസും വരാം, വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും വരാം. അപ്പോൾ അതുകൊണ്ട് ഇത് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ ഇത് പഠിക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ pHഉം pOHഉം തമ്മിലുള്ള ബന്ധം എന്താണ്, പിന്നെ അയണിക് പ്രോഡക്റ്റ് ഓഫ് വാട്ടർ എന്താണ്, സോലിബിലിറ്റി പ്രോഡക്റ്റ് എന്താണ്, ഇത്തരം കാര്യങ്ങളെ വ്യക്തമായി നമുക്കൊരു ക്ലിയർ പിക്ചർ വേണം. ആ ഇക്വേഷൻസ് തമ്മിലുള്ള കണക്ഷനും നന്നായിട്ട് അറിയണം. ഇതെല്ലാം ഇപ്പോൾ KSP എന്ന് വിളിച്ചാലും KW എന്ന് വിളിച്ചാലും പിന്നെ ഇതെല്ലാം ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് ആൻ ആസിഡ് എന്ന് വിളിച്ചാലും ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഓഫ് എ ബേസ് എന്ന് വിളിച്ചാലും, അതായത് KA എന്നോ KB എന്നോ എന്ത് വിളിച്ചാലും ഇതെല്ലാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആണ്. പിന്നെ ഓരോ സാഹചര്യത്തിനനുസരിച്ച് ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് വ്യത്യസ്ത പേരുകൾ ഇട്ടിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നെയാണ് KA എന്ന് വിളിക്കുന്നത്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നെയാണ് KB എന്ന് വിളിക്കുന്നത്, ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നെയാണ് KW. എല്ലാം ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് തന്നെയാണ്. അതായത് പ്രോഡക്റ്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഡിവൈഡഡ് ബൈ പ്രോഡക്റ്റ് ഓഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദ റിയാക്റ്റൻ്റ് ആണ്. പക്ഷേ സാഹചര്യത്തിനനുസരിച്ച് അത് മാറി മാറി വരുന്നു എന്നുള്ളത് അതൊന്ന് വ്യക്തമായിട്ടൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഈ ചാപ്റ്ററിൽ ഏത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്.